അപ്പൊ എല്ലാവർക്കും ആരതീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചക്ക വെച്ച് നമുക്ക് എന്താ ഉണ്ടാക്കാൻ പോന്നെ? അപ്പൊ ചക്കപ്പുഴുക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ചക്ക ഇതെവിടെ അമ്മ മുറിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാ എല്ലാരും ചുറ്റും ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട് ചക്കച്ചുള തിന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ചക്ക മുറിക്കാം. അമ്മ മുറിച്ചോ? അപ്പൊ ഒറ്റ വീട്ടിന് തന്നെ നമ്മുടെ ചക്ക എത്ര കഷ്ണമായി? അപ്പൊ ഒറ്റ വീട്ടിന് നമ്മുടെ ചക്ക ഇപ്പൊ 2 കഷ്ണമായിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇത് കുറച്ച് മൂപ്പ് കുറവാണെന്നാണ് അമ്മ പറയുന്നത്. എന്നാലും നമുക്ക് കിട്ടിയ ചക്കയുള്ള അമ്മ നമ്മളൊരു ചകിരിയെല്ലാം എടുത്ത് അതിന്റെ വിളഞ്ഞീരെല്ലാം വൃത്തിയാക്കുകയാണ്. അപ്പൊ നമ്മുടെ നടുമുറിച്ച ചക്കയെ വീണ്ടും കഷ്ണങ്ങളാക്കുകയാണ്. ഇവിടെ ഒരു കുരങ്ങൻ കുട്ടിയുണ്ട്. ചക്ക മുറിച്ചിട്ട് ചക്ക എടുത്തിട്ട് അതിൽ നിന്ന് ചുള മാറ്റാനുള്ള ശ്രമത്തിലാണ്. മൂപ്പ് കുറവൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ് എടുത്ത് കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ ചക്കയെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ചുള അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മളെ അടുത്ത ടാസ്ക്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും റെഡിയാണ്. നമ്മുടെ ചുളയെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിൽ നിന്ന് കുരുവെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ ചക്കയെല്ലാം ഇവിടെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറെ പരിപാടികളൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മൾ ഈ ചക്കയെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾ, കുറച്ച് മുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചക്ക വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. അപ്പം നമ്മുടെ ചക്ക നല്ലോണം മഞ്ഞളും ഉപ്പും എല്ലാം പിടിച്ച് ഇതാ വെന്ത് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് സമയം കൂടി വേവണം. അപ്പോഴേക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കണം. അപ്പം നമ്മുടെ ചക്ക വേവിച്ചതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങ, അതുപോലെ ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് വരാം. അപ്പോൾ അരപ്പിൽ നമ്മുടെ പച്ചമുളകിന് ഇടാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പച്ചമുളകും കൂടെ നമ്മുടെ ആ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ആ ചക്ക വേവിച്ചതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക നേരത്തെ വേവിച്ച് വെച്ചതാണ്. ഇതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഇരുന്ന് ചക്കയെല്ലാം നന്നാക്കി ഇങ്ങനെയെല്ലാം പുഴുങ്ങി തിന്നുക പറയുന്നത് ഒരു പ്രത്യേക ഒരു എന്താ പറയുക, അതൊരു പ്രത്യേക രുചിയാണ്. അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി. നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഊറ്റിച്ചിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്ക ഇവിടെ സെറ്റായി. ഇതാ നമ്മുടെ പുഴുക്ക്. ഇനി എല്ലാവരും കൂടി ഇരിക്കുക, ഒരു കട്ടൻ ചായ വെക്കുക, ഇതങ്ങോട്ട് കഴിക്കുക. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാം. എല്ലാം റെഡി അല്ലേ? അതിന് വേണ്ടിതാ ഞാൻ നല്ല ഇലയെല്ലാം മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇല അങ്ങോട്ട് പാസ് ചെയ്തേ. എല്ലാവർക്കും ഇല വെച്ചോളൂ.
ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചു തുടങ്ങി എന്നെ കൂട്ടാതെ. അപ്പം എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. നമ്മുടെ ചക്കപ്പുഴുക്കെല്ലാം ഇതാ നമ്മളിവിടെ കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലേ? അപ്പം ഇതുപോലെ പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.